ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. ഇന്നത്തെ വ്ളോഗ് പറഞ്ഞാൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കണ പരിപാടി കേട്ടോ. പൂമോള് കടി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കും കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് എടുക്കൽ കേട്ടോ. എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ പരിപാടി. അപ്പോൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി മൈദയും റവ ഇല്ലേ അതും ചേർത്തുകാണ്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കാണ്ടൊന്ന് നല്ല സോഫ്റ്റിൽ കുഴച്ചെടുക്കും കേട്ടോ. റവ ഒക്കെ ചേർത്താൽ അധികം എണ്ണ ഒന്നും പിടിക്കില്ല കേട്ടോ. കറി ഉണ്ടാക്കുന്നത് മുട്ടക്കറി കേട്ടോ. മുട്ടൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി, വലിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എടുത്ത് കുക്കറിൽ ഉപ്പിട്ട് കാണ്ടൊന്ന് വിസിലടുപ്പിക്കും കേട്ടോ. എന്നാൽ പിന്നെ എളുപ്പമുണ്ട്, അധികം ഇങ്ങനെ വാട്ടെടുക്കേണ്ട ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ പൂമോൾ ഇവിടെ ഇങ്ങനെ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ. കറിക്ക് വേണ്ടി തേങ്ങ അരക്കുന്നുണ്ട്, അതിലേക്ക് വലിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇതൊക്കെ വെന്തിട്ട് ചട്ടിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. മസാലപ്പൊടികൾ ചിക്കൻ മസാലയും മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് കീറിട്ടോ, മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പിന്നെ കോഴിമുട്ടൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസൂരിമേത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നൂലിപ്പുട്ടിൻ്റെ കൂടിയും പൂരിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട് നല്ല കുറുകിയ കറി പോലെ കിട്ടും കേട്ടോ. ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് മൂപ്പിച്ച് കണ്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറി കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ കറി ഉണ്ടാക്കാത്തതിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ റെഡി. പിന്നെ ചായ കുടീൻ്റെ പരിപാടി കേട്ടോ. ഞാൻ പൂരി അങ്ങനെ കഴിക്കലില്ല. അപ്പോൾ എനിക്ക് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതുകൊണ്ട് അതിൻ്റെ റെസിപ്പി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. ഇന്ന് ക്രിസ്മസ് വെക്കേഷനൊക്കെ ലാസ്റ്റ് ദിവസം കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ പിന്നെ ഞാനും ഉണ്ട് കേട്ടോ. ഇവിടെ താത്താൻ്റെ മോന് ഹോസ്റ്റലിൽ വന്ന് കണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓന് പോണ ദിവസമാണ് ഹോസ്റ്റലിലേക്ക്. അപ്പോൾ ഓനക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കരുതിയിട്ട് അറബിക് റൈസ് എന്തെങ്കിലും കപ്സേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിനുള്ള ഒരുക്കങ്ങളാട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ശരിക്കും കാണിക്കണില്ല. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചതുകൊണ്ട് അതൊന്നും ഇതാക്കണില്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് അടുപ്പെടുത്താട്ടോ വെക്കുക. അല്ലെങ്കിൽ ഗ്യാസിൽ കുക്കറിൽ എളുപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ കുക്കറിൽ. ഇതിപ്പോൾ അധികം പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അടുപ്പത്ത് ദമ്മ് ചെയ്ത് കാണ്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഇത് എളുപ്പമുണ്ടല്ലോ. ഉള്ളി ഇതൊക്കെ ഒന്ന് വാട്ടിക്കാണ്ട് വെള്ളത്തിലിട്ട് വെച്ച് റൈസ് ഇട്ട് അത് ഒക്കെ ഒന്നിച്ചാണല്ലോ വേവിക്കുക, ചിക്കനും റൈസൊക്കെ. അപ്പോൾ പിന്നെ ഒന്നിച്ചായതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ടല്ലോ സംഭവങ്ങളൊക്കെ. കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ണിയപ്പം അതും ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചതാണ്. ഇത് പച്ചരി വെച്ചിട്ടില്ല കേട്ടോ, അരിപ്പൊടി വെച്ചിട്ടാണ്. അരിപ്പൊടി മൈദയൊക്കെ വെച്ചിട്ടാണ്. അധികം ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ, കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടിയാണെങ്കിലോ നല്ല കനയാണ് ഈ ചട്ടി. അപ്പോൾ ഞാൻ പൂമോളോട് പറയും നമ്മളെ ചട്ടി ഭയങ്കര കനമാണ്, ചൂടോടുക്കനെ പിടിക്കാൻ പറ്റണമെന്നില്ല. നോൺ സ്റ്റിക്കിൻ്റെ അതല്ല ഇട്ടത്, നല്ല ഇരുമ്പിൻ്റെ അതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ആയിട്ടുണ്ട്. നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആരൊക്കെ എടുത്തുകൊണ്ട് നല്ല സോഫ്റ്റും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിന്. ഇപ്പോൾ കാക്കൂനിത് കാണുമ്പോൾ നല്ലവണ്ണം മിസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ ഉണ്ണിയപ്പമൊക്കെ കൊടുത്തേക്കാൻ പറ്റിയില്ല കേട്ടോ. സാധനമൊക്കെ കൊടുത്തയച്ചപ്പോൾ താത്താൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നില്ല കാക്കൂന് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചപ്പോൾ. പിന്നെ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഞാനും കുട്ടികളും പൂമോളും കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ് പാർക്കിക്ക് പോകരുതിയിട്ട്. അപ്പോൾ അങ്ങനെ നടക്കുക കേട്ടോ. റിച്ചുട്ടന് വിരുന്ന് വയ്ക്കണം കേട്ടോ. അതാണ് ഞാൻ വീഡിയോയിൽ കാണാത്തത്. ഓന് വീഡിയോയിലില്ല, ഓന് വിരുന്ന് വയ്ക്കണു. കുഞ്ഞോളും റിച്ചൊക്കെ വിരുന്ന് വയ്ക്കണു. ഇവലോട് രണ്ടാളോട് സച്ചുവിനോടും ലുലുവിനോട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇതാട്ടോ. ഞാനൊന്നും മിണ്ടാതെ എന്നാലൊക്കെ എൻ്റെ സച്ചു ഇല്ലേ ഭയങ്കര സങ്കടം. എൻ്റെ സച്ചുവിന് അവന് കരയൊക്കെ ചെയ്യും കേട്ടോ ഞാൻ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞാൽ. സംഭവം എന്താ വെച്ചാൽ എൻ്റെ കൂടെ വല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ ഓന് കളീൻ്റെ തിരക്കാണെങ്കിൽ വരില്ല. അപ്പം ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് ഓൻ പൂമോളോട് ഇങ്ങനെ പറയും താത്തനോട് മിണ്ടണില്ല ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കരട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പാവം തോന്നും. കാരണം നമ്മൾ അത്രയും അടുപ്പമില്ല ആൾക്കാർ അങ്ങനെയൊക്കെ കാട്ടുമ്പോൾ കുട്ടികൾക്കൊരു സങ്കടമില്ല. ഞാൻ ഓലെ കളിപ്പിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ കാണിക്കല കേട്ടോ. പിന്നെ അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങാൻ പോയപ്പോൾ
പല സംഭവം കേട്ടോ. ഐസ്ക്രീം, തണ്ണിമത്തം, അതിൽ ഞങ്ങളൊരു വെറൈറ്റി കണ്ടു കേട്ടോ, പച്ചമുളക്. അത് വാങ്ങാൻ നിന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പക്ഷെ അത് നിങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റുമോ അറിയില്ല, എരിവും മധുരമൊക്കെ പാടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല. ഇനിയിപ്പോൾ വെറുതെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എഴുതിയിട്ട് അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. എന്നും പറയണ പോലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.